നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഏറെ നാളായിട്ട് കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഇന്നലെ ഉച്ച കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT വഴി ഈ തുകയുടെ വിതരണം നിർവഹിച്ചത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത്തെ ഗഡുവാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂൺ 20-ന് ഉച്ച കഴിഞ്ഞ് 3:45-ന് ഈ പദ്ധതിയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെന്നും സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം ചെയ്യുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ മുൻകൂറായി തന്നെ അറിയിച്ചിരുന്നു. ഇത് പ്രകാരം PM കിസാൻ സമ്മാൻ നിധിയുടെ റിലീസ് തീയതി സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കി നമ്മുടെ ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. കേരളത്തിൽ ഏകദേശം 27 ലക്ഷം കർഷക കുടുംബങ്ങൾക്കാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നത്. ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയവർക്കാണ് ഈ ധനസഹായം ലഭിക്കുക. മുൻപ് ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയവർക്കും ഇനി അതുപോലെ തന്നെ 21, 22 ഗഡുക്കൾ മുടക്കം കൂടാതെ ലഭിച്ചവർക്കും ഈ പ്രാവശ്യത്തെ തുക ലഭിക്കുന്നതിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകില്ല. DBT സംവിധാനം വഴി പ്രോസസ്സ് ചെയ്തിട്ടുള്ളതിനാൽ തന്നെ ഈ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തീർച്ചയായിട്ടും നേരിട്ട് എത്തിച്ചിരുന്നതാണ്. ഇപ്പോൾ നിലവിൽ തുക ലഭിച്ചവർ അക്കാര്യമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തുക ഇതുവരെ ലഭിക്കാത്തവർക്ക് നിങ്ങളെ സംബന്ധിച്ച് വരും മണിക്കൂറുകൾ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ തുക ക്രെഡിറ്റ് ആകുന്നതാണ്. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഒരേ സമയം തുക എത്തിച്ചേരണമെന്നില്ല. സാധാരണയായിട്ട് ലഭിക്കാറുള്ളതുപോലെ തന്നെ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മണിക്കൂറുകളുടെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും തുക ക്രെഡിറ്റ് ആവുക. അതിനാൽ തന്നെ ദയവായിട്ട് ക്ഷമയോടുകൂടി എല്ലാവരും കാത്തിരിക്കുക. തുക അക്കൗണ്ടിൽ വന്നാലുടൻ തന്നെ ബാങ്കിൽ നിന്നുള്ള SMS അലേർട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ സീറോ ബാലൻസ് അക്കൗണ്ട് പോലെയുള്ള അത്തരത്തിൽ ഉപയോഗിക്കുന്ന ചിലർക്ക് ഇപ്പോൾ അറിയിപ്പുകൾ ലഭിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ മിസ്ഡ് കോൾ ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ ബാലൻസ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കാലവർഷം വീണ്ടും സജീവമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. നാളെ തിങ്കളാഴ്ചയും 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കും. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജനസംഖ്യ വർധനവിന് ആനുപാതികമായിട്ട് കേരളത്തിൽ പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള നിലവിലെ വലിയ ജില്ലകൾ വിഭജിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായിട്ട് ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കുമെന്ന് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ സെൻസസ് വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതോടെ ജനസംഖ്യാ പ്രാതിനിധ്യം കൃത്യമായിട്ട് വിലയിരുത്തിയാകും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. 1984-ൽ കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ പുതിയ ജില്ലകൾ ഉണ്ടായിട്ടില്ല. അതുപോലെ പുതിയ താലൂക്കുകൾ നിലവിൽ വന്നിട്ട് 12 വർഷവും പിന്നിട്ടിരിക്കുന്നു. വിവിധ കാലഘട്ടങ്ങളിലായിട്ട് സർക്കാരിന് മുന്നിലെത്തിയ പുതിയ ജില്ലകൾക്കായുള്ള പ്രധാന നിവേദനങ്ങൾ ഏറെയാണ്. ഇടുക്കിയിലെ ദേവികുളം, തൊടുപുഴ നിയോജക മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മണ്ഡലങ്ങളും പെരുമ്പാവൂരിൻ്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തി 40 വർഷം മുൻപ് അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരൻ പ്രഖ്യാപിച്ച മൂവാറ്റുപുഴ ജില്ലയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തിരൂർ കേന്ദ്രമായും മറ്റു ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് മഞ്ചേരി ആസ്ഥാനമായും ജില്ലകൾ രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇവയ്ക്ക് പുറമെയായിട്ട് പാലക്കാട് ജില്ല വിഭജിച്ചുകൊണ്ട് ഷൊർണൂർ കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം, കുറ്റിയാടി, പേരാമ്പ്ര ഭാഗങ്ങൾ സംയോജിപ്പിച്ച് മറ്റൊരു ജില്ലയും വേണമെന്ന നിവേദനങ്ങളും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. തിരുവനന്തപുരത്തെ കാട്ടാക്കട, നെയ്യാറ്റിൻകര താലൂക്കുകൾ ഉൾപ്പെടുത്തി തെക്കൻ കേരളത്തിൽ പുതിയൊരു ജില്ലയ്ക്കും ആവശ്യമുയരുന്നുണ്ട്. ജില്ലകൾക്ക് പുറമെ ഭരണസൗകര്യം മുൻനിർത്തിക്കൊണ്ട് പുതുതായിട്ട് കൂടുതൽ താലൂക്കുകൾ രൂപീകരിക്കണമെന്നും വ്യാപകമായിട്ടുള്ള ആവശ്യമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഉടൻ ആരംഭിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഭാരിച്ച ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളെയും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് തള്ളിവിടാറുള്ളത്. ഇത്തരം പ്രതിസന്ധികൾക്ക് ആശ്വാസമേകാനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും.
പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയും അതോടൊപ്പം തന്നെ ആനുകൂല്യ വിതരണവും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നിലവിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപ തന്നെയാണ് നമുക്ക് തുടർന്ന് ലഭിക്കുക. വി.ഡി. സതീശൻ അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നാം ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ച് പരാമർശങ്ങളില്ല. നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ നടപ്പിലാക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഇടക്കാല ബജറ്റിൽ 100 രൂപയുടെയെങ്കിലും വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. 7 മാസത്തെ കാലാവധി മാത്രമുള്ള ഈ ഒരു ബജറ്റിൽ പുതിയ മാറ്റങ്ങളില്ലാത്തതിനാൽ തന്നെ അടുത്ത മാസവും 2000 രൂപ തന്നെയായിരിക്കും നമുക്ക് പെൻഷനായിട്ട് ലഭിക്കുക. ജൂൺ മാസത്തെ പെൻഷൻ ഈ മാസം 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് ജൂലൈ 5-ന് മുൻപായി തന്നെ വിതരണം പൂർത്തിയാക്കും. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള രേഖകൾ നൽകാനും ഇനി 10 ദിവസം കൂടിയാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാനായിട്ട് കഴിയാത്തവർ മാത്രം ഇപ്പോൾ അത് സമർപ്പിച്ചാൽ മതിയാകും. ഇനി അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31-ന് മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് മസ്റ്ററിംഗ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു മസ്റ്ററിംഗ് നടന്നിരുന്നത്. എന്നാൽ നിലവിൽ മസ്റ്ററിംഗ് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടില്ല. പിണറായി സർക്കാരിൻ്റെ കാലത്താണ് മസ്റ്ററിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത്. പുതിയ സർക്കാർ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കാത്തിരുന്ന് കാണാം. തൽക്കാലം മസ്റ്ററിംഗ് പ്രഖ്യാപിക്കാത്തതിനാൽ തന്നെ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിലും അർഹരായവർക്കെല്ലാം തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂൺ മാസത്തിലെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പ് സൗജന്യമായിട്ടും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. കാർഡിനെ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. ഇനി നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. വെള്ള കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീല കാർഡിനെ പോലെ തന്നെ അതാത് താലൂക്കുകളിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ള കാർഡിനും 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭ്യമാണ്. ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ 30 വരെ മാത്രമായിരിക്കും ഉണ്ടാവുക. റേഷൻ വാങ്ങാനായിട്ട് ഇനി കേവലം 10 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ ഇനിയും ജൂൺ മാസത്തിലെ റേഷൻ കൈപ്പറ്റാത്തവർ എത്രയും വേഗം തന്നെ അത് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കുറഞ്ഞ സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 2026 ജൂൺ 20 ഇന്നലെ ശനിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 20 രൂപ കൂടി 13,390 രൂപയും പവന് 160 രൂപ കൂടി 1,07,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.